മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പിശാച് നമ്മളെ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ള ചില ചിന്തകളാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഷെയർ ചെയ്ത്. ആദ്യം അവൻ കള്ളം പഠിപ്പിക്കുന്നു, കള്ളം പറയുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മുടെ കണ്ണുകളെ കുരുടാക്കി കളയുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഏകദേശം 10-20 ഐറ്റംസ് ഉണ്ട്. നമ്മളത് ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസം ഡിസ്കസ് ചെയ്യും. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് സ്റ്റീലിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള ഒരു ചിന്തയാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാൽ പോലും അതൊന്നുകൂടെ ചിന്തിക്കുകയും അത് നമ്മൾ ജീവിതങ്ങളിൽ അത് അഡാപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലെ പ്രോഗ്രസ്സിന് അതിൽ സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. ദൈവവചനം പഠിക്കുന്നത് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു ഉണർവ് ആത്മീയ ജീവിതത്തിൽ തരുന്നതാണല്ലോ. ഒരു കാര്യം തന്നെ നമ്മൾ പഠിച്ചാൽ പിന്നെയും പഠിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് പലപ്പോഴും അതിൽ കൂടി നമ്മളോട് ഇടപെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് വായിക്കുകയും ആവർത്തിച്ച് ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ജോൺ പൈപ്പറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: Satan works overtime to keep people from giving serious attention to the word of God. ദൈവവചനത്തിന് വേണ്ടതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നതിന് ആളുകളെ പിശാച് ബിസിയാക്കി കളയും, അല്ലെങ്കിൽ പിശാച് ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ട് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ശനിയാഴ്ച രാത്രി മിക്കവാറും എല്ലാവർക്കും ബിസിയാണ്. പൊതുവേ വീക്കെൻഡുകളാണല്ലോ, ഈ ശനി ഞായർ എന്നൊക്കെ പറയുന്ന വീക്കെൻഡുകളാണ്. പൊതുവേ ഇപ്പോഴേ മിക്കവാറും ഒക്കെയുള്ള ഓർഗനൈസേഷൻസും വർക്കിങ്ങും ഒക്കെ സാറ്റർഡേയിലില്ല. എല്ലാമൊക്കെ മിക്കവാറും ഒക്കെ അടച്ച് ഇടുന്ന സാഹചര്യങ്ങൾ. അന്ന് അതുകൊണ്ട് കൂടുതൽ പർച്ചേസ്, അതുപോലെ ഔട്ട്ഡോറിലുള്ള ആക്ടിവിറ്റീസ് ധാരാളമായിട്ട് ആളുകളെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു രാത്രിയിൽ ലേറ്റായിട്ടും ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. ക്ഷീണം ഒരുപാടുണ്ടാവും. പിറ്റേ ദിവസം ഞായറാഴ്ചയാണല്ലോ, ഞായറാഴ്ച ഈ പള്ളിയിൽ പോയി അല്ലെങ്കിൽ അവരുടെ വർഷിപ്പ് പ്ലേസിൽ പോയി കഴിയുമ്പോൾ പലപ്പോഴും അവർക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോകും. പല കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്റ്റായി പോകുന്നതായിട്ട് കാണാം. വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ ചില പ്രായമുള്ളവരൊക്കെ ഈ പള്ളികളിൽ ഒക്കെ ഉറങ്ങാനുള്ളൊരു സ്ഥലമായിട്ട് തന്നെ എടുത്തിരിക്കുന്നതായിട്ട് കാണാം. ചില ആളുകൾ സുഖമായിട്ട് ഈ പ്രസംഗ സമയങ്ങളിലുമൊക്കെ ഇരുന്ന് ഉറങ്ങുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മളെ കാണുന്നുണ്ട്. അമേരിക്കയിലെ നെബ്രാസ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വെഡ്ഡിങ് റിസപ്ഷൻ നടക്കുകയായിരുന്നു. അനേകം ആളുകൾ അതിൽ വന്നുകൂടി. അവരുടെ വധൂവരന്മാരെ കൂടാതെ തന്നെ അവിടെ ഗസ്റ്റുകളുണ്ട്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അവരെല്ലാം വന്നു. വിദേശമാണല്ലോ, നമുക്കറിയാം. ഇപ്പം ഇന്ത്യയിലും അങ്ങനെയാണ്. അവർ ഡൈൻ ആൻഡ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ ഡ്രിങ്ക്സും ഒക്കെ കഴിച്ച് അവരെ എല്ലാം ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഇവർക്ക് വരുന്ന ആളുകൾ പല സമയങ്ങളിൽ വരുമ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഗിഫ്റ്റുകളെല്ലാം തന്നെ ആ ഹോളിൻ്റെ ഒരു മൂലയിൽ ഇവർ കൂട്ടിയിടുന്നുണ്ട്. കൂട്ടിയിടുന്നതിനകത്ത് അവർ ഡാൻസും കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. ഇതിനിടയിൽ ഒരു വിരുദ്ധൻ അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് യവനും ഡാൻസ് കളിയോടെ കൂടി കുറേ കഴിഞ്ഞിട്ട് യവനെ അവിടെ ചെന്ന് ഇവർക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചിലർ ഈ ഡോളേഴ്സും കൂടി കവറിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതവൻ മനസ്സിലാക്കി കാണും. അവൻ അവിടെ ചെന്ന് ഈ കവറുകൾ ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ ആ ഗിഫ്റ്റുകളിൽ നിന്ന് ആ കവറുകളൊക്കെ എടുത്ത് അതിൽ നിന്നുള്ള ഡോളർ ഒക്കെ കൈക്കലാക്കി അവൻ അവിടെ നിന്ന് പോയി. ഇവരാരും ഇത് ശ്രദ്ധിച്ചില്ല. എന്നാൽ ഈ മോഷ്ടാവ് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവർക്ക് മനസ്സിലായത്. അവരുടെ ഫ്രണ്ട്സൊക്കെ ഇവരുമായിട്ട് പല കാര്യങ്ങൾ സംസാരിച്ചപ്പോഴേ, ഡോളറിനെ കുറിച്ചുമൊക്കെ സംസാരിച്ചപ്പോഴാണ് ഇവരറിഞ്ഞത് ഇങ്ങനെ അവനിത് സ്റ്റീൽ ചെയ്തു മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് അറിഞ്ഞു. ഇതുപോലെയാണ് സാത്താൻ ഇന്നും
ദൈവവചനം നമ്മളിൽ നിന്ന് മോഷ്ടിക്കുന്നു. നമ്മളിന്ന് പ്രധാനപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. വീട്ടിലെ കാര്യങ്ങൾ, ഓഫീസിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്പൗസുമായിട്ടുള്ള വാഗ്വാദം, ഡിസ്കഷൻ, അല്ലെങ്കിൽ ജോലികൾ കൂടുതൽ ഉള്ള റെസ്പോൺസിബിലിറ്റീസ്, അതിനകത്തുള്ള ഇൻവോൾവ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ വന്നതിന് ശേഷം ഈ ദൈവീക കാര്യങ്ങളും ആത്മീയമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനവുമൊക്കെ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി, നമ്മുടെ പ്രധാനമായിട്ട് ഈ ലോകത്തിലെ ആവശ്യമാണല്ലോ, അതിനുവേണ്ടി നമ്മളതങ്ങ് മറന്നു കളയുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും സമയം കണ്ടെത്താനായിട്ട് ഇന്ന് പറ്റാതെ ഇരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഒരുപാട് ബിസിയായിട്ട് നമ്മുടെ ബൈബിൾ സ്റ്റഡീസ് അല്ലെങ്കിൽ ക്വയറ്റ് ടൈം, ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക, ഇതിനൊന്നും പലപ്പോഴും നമ്മൾ സമയം കണ്ടെത്താറില്ല. നമ്മുടെ എനിമി എന്ന് പറയുന്നത് പിശാചാണ്. എനിമി ടേക്സ് അവേ മോസ്റ്റ് വാല്യുബിൾ തിങ്സ് വിത്തൗട്ട് അവർ നോളജ്. നമ്മുടെ അറിവില്ലാതെ തന്നെ ഈ ശത്രു ആയ പിശാച് നമ്മളിൽ നിന്ന് ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം പോലെ മർക്കോസ് 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശുക്രിസ്തു ഉപമകളാൽ പല കാര്യങ്ങൾ പഠിപ്പിച്ചതിനകത്ത് 3 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാം. 3-ഉം 4-ഉം വിതയ്ക്കുന്നവൻ പുറപ്പെട്ടു, വിതയ്ക്കുമ്പോൾ ചിലത് വഴിയേറിയ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്താണ് ഈ സീഡെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോഴിവിടെ സീഡെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അത് ആദ്യം വഴിയരികെ വീണത് പറവകളെ തിന്നുകളഞ്ഞു. ഫോളൻ ഓൺ ദ വേസ്റ്റ് സൈഡ്, വഴിയരികെ വീണത് സാത്താനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. അത് പെട്ടെന്നാണ് ചെയ്യുന്നത്. അത് അവിടെ വീണ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴേ ഈ വാക്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെടുമ്പോഴേ അത് വിശ്വാസത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അവനത് ആഗ്രഹമില്ല അങ്ങനെ വിശ്വാസത്തിലേക്ക് പോകാനായി. അതുകൊണ്ട് അവൻ പറവ വന്ന് തിന്നുകളയുന്നു, വഴിയരികെ വീണത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്ന് കാണും. 5 മുതലുള്ള വാക്യങ്ങളിലെ മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തിടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായികയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായ കൊണ്ട് ഉണങ്ങിപ്പോയി. ഇന്ന് പല ജീവിതങ്ങളും ആ രീതിയിലാണ്. സ്റ്റോണി ഗ്രൗണ്ടാണ്. അവിടെ നമുക്കറിയാം പാറയുണ്ട്, അവിടെ സോയിൽ ഈസ് ഷാലോ, അവിടെ മണ്ണധികമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പാറയ്ക്കകത്ത് അടിയിലെ പാറയായതുകൊണ്ട് വെള്ളം ആ പാറയിൽ വരുന്നത് കൊണ്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് സ്പ്രൗട്ട് ചെയ്യും, അത് കിളിർത്ത് വരും, എന്നാൽ പെട്ടെന്ന് ചത്തുപോകും. ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബൈബിൾ. നമ്മൾ പല ആളുകളും ഇന്ന് അങ്ങനെയാണ് ബൈബിൾ പഠിച്ചു വച്ചിരിക്കുന്നത്. ചില ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇൻ്റലക്ച്വലായിട്ടാണ്, ബുദ്ധിപരമായി നമ്മൾ ചിന്തിക്കും. എന്നാൽ അവിടെ വിശ്വാസം പ്രവർത്തിക്കാതിരിക്കുന്നതിനാൽ അത് പെട്ടെന്ന് ചത്തുപോകും. പ്രായോഗിക ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഈ വാക്യത്തിൻ്റെ എന്താണത് ഉദ്ദേശിക്കുന്നതെന്ന് 4:16-17 വാക്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോട് കൈക്കൊള്ളുന്നവർ, എങ്കിലും ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാരാകുന്നു. വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. പ്രയാസങ്ങൾ വരുമ്പോൾ വചനം ഉപയോഗശൂന്യമായി തീരുന്നു എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ വരുന്നത്. പലപ്പോഴും ഇത് നമ്മളുടെ വിശ്വാസം ഉടലെടുക്കുന്നില്ല. നേരത്തെ ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫാക്റ്റ്, ഫെയ്ത്ത് ആൻഡ് ഫീലിങ്സ് എന്നെക്കുറിച്ചുള്ളൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഫാക്റ്റ് നമ്മളുടെ ഇൻ്റലക്ച്വലായിട്ടിരുന്നു കഴിഞ്ഞാൽ അത് വിശ്വാസത്തിലേക്ക് പരിണമിക്കാറില്ല. അത് വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ തലയിൽ നിന്ന് അത് ഹൃദയത്തിലേക്ക് വരണം. എന്ന് പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കണം. അത് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി തീരുന്നു എന്ന് നമ്മൾ കാണുന്നു. ബൈബിളിലെ ഒരു ഉപമയായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ട്. ഒരുവനോട് പോയി നിലത്തിൽ വേല ചെയ്യാൻ പറഞ്ഞു, അവൻ പോകാമെന്ന് പറഞ്ഞു, എന്നാൽ പോയില്ല. രണ്ടാമത്തവൻ പോകയില്ല എന്ന് പറഞ്ഞ് പിന്നെ അനുദപിച്ചു പോയി. ഇത് അനലൈസ് ചെയ്യുമ്പോഴേ നമ്മൾ കാണും പോകാമെന്ന് പറഞ്ഞവൻ പോയില്ല, എന്നാൽ അവന് അത്
പ്രായോഗികമായി ചെയ്തില്ല. എന്നാൽ രണ്ടാമത്തെ മകൻ പിന്നെ അനുദപിച്ച് അത് ചെയ്തതായിട്ട് കാണുന്നു. ദൈവവചനം കേട്ട് അനുസരിക്കാത്തവർ ഇതുപോലെയാണ്. അവർ ദൈവവചനം കേൾക്കും, എന്നാൽ അത് ഫോളോ ചെയ്യത്തില്ല. നല്ല തുടക്കം അപ്പൻ വിചാരിച്ചു നല്ലതാണേ എന്ന് വിചാരിച്ചു. പലപ്പോഴും അങ്ങനെയാണ്. പള്ളികളിലും അതുപോലെയൊക്കെ സ്ഥലങ്ങളിലെ ദൈവവചനം നമ്മൾ കേട്ടു, ഓക്കെ ഇറ്റ് ഈസ് ഗുഡ് എന്നുള്ളൊരു മാർക്ക് ഇട്ടതിന് ശേഷം നമ്മൾ പോകുന്ന ഒരു രീതിയിൽ. എന്നാൽ ഇവിടെ മറ്റേ മകൻ മോശമായി പറഞ്ഞെങ്കിലും അവൻ അനുദപിച്ച് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തതായിട്ട് നമ്മളെ കാണുന്നു. അതുപോലെ നമ്മൾ ഈ കേട്ട വചനങ്ങളിൽ ഇൻവോൾവ് ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൽ തന്നെ ചിന്തിച്ച് ഒരു വിശ്വാസത്തിൽ നമ്മുടെ സ്റ്റൈല് നമ്മൾ മാറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ, നമ്മുടെ ഈ കേൾവി കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. അതാണ് സ്റ്റീലിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം പിശാച് മോഷ്ടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നു. വീണ്ടും തുടർന്ന് ഇതുമായിട്ട് ചിന്തിക്കുമ്പോഴേ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ ഈ 4:7 തന്നെ പറയുന്നു, മറ്റു ചിലർ മുള്ളിനടിയിൽ വീണു, മുള്ളു മുളച്ച് അതിനെ ഞെരുക്കിക്കളഞ്ഞു, അത് വിളഞ്ഞതുമില്ല എന്ന് പറയുന്നു. മുള്ളിൻ്റെ ഇടയിൽ വീണ വിത്ത്, അതിൻ്റെ ഉത്തരം, അതിൻ്റെ എക്സ്പ്ലനേഷൻ 18ഉം 19ഉം വാക്യങ്ങളിലുണ്ട്. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വചനം കേട്ടിട്ട് ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നു. 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇഹലോകത്തിൻ്റെ ചിന്തകൾ, ധനത്തിൻ്റെ വഞ്ചന, മറ്റ് വിഷയമോഹങ്ങൾ. ഈ 3 കാര്യങ്ങൾ ഇന്ന് വചനത്തെ ഞെരുക്കിക്കളയുന്നതാണ്. എൻസ്ലേവിങ് ഡിസയർ ഫോർ അതർ തിങ്സ്, മറ്റുള്ള, അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. എൻസ്ലേവിങ് ഡിസയർ, ലസ് ഫോർ അതർ തിങ്സ്, എൻറ്ററിങ് ഇൻ, അത് ദൈവവചനത്തെ ഞെരുക്കിക്കളയുന്നു. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്താണ്? മത്തായി 6:33, സീക്ക് ye first the kingdom of God, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് കിട്ടും. ഇവിടെ വേൾഡിൻ്റെ ഡിസയർ ഭയങ്കര സ്ട്രോങ് ആണ്. ആദ്യം ദൈവവചനം റിസീവ് ചെയ്തു, പിന്നെ ഉള്ളിൽ അത് ഉറയ്ക്കണമെങ്കിൽ, ദൈവവചനം ഉറയ്ക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാവണം. നമുക്കറിയാം, വിത്ത് നല്ല നിലത്ത് വീണെങ്കിൽ മാത്രമേ അത് ഫലം കായ്ക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ആദ്യം തന്നെ ഭൂമി ഒരുക്കി വെടിപ്പാക്കി അതിന് വേണ്ടതായിട്ടുള്ള ഫാമിയാർഡ് മാനൂർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചേർത്തത് റെഡിയാക്കി അതിലാണ് സാധാരണ വിത്ത് വിതയ്ക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഉഴുത് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വിതച്ചാൽ അവിടെ വിത്ത് നല്ല ഫലം കായ്ക്കും. എന്നാൽ ലോകമയം കൂടുതലുള്ള സ്ഥലത്ത് വിത്ത് ദൈവവചനം മുളച്ചാലും അത് ഫലം കായ്ക്കുകയില്ല. കാരണം എന്താണ്? അവിടെ അതർ തിങ്സ് വന്നിരിക്കുകയാണ്. അതർ തിങ്സ്, മറ്റുള്ള കാര്യങ്ങൾ. 3 കാര്യങ്ങളാണ്: ഇഹലോകത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ വഞ്ചന, മറ്റ് വിഷയമോഹങ്ങൾ. ഈ സാധനങ്ങൾ അകത്ത് വന്നിരിക്കുന്നു. ഈ അതർ തിങ്സ് വന്നാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഈ ന്യൂട്രിയൻസിനെയൊക്കെ അവൻ വലിച്ചോണ്ടങ്ങ് പോകും. ഈ പ്ലാന്റിന് കിട്ടേണ്ട ന്യൂട്രിയൻസിനെ എല്ലാം വലിച്ചുകൊണ്ട് പോകും. മറ്റ് വിഷയമോഹങ്ങൾ. ആദ്യം നമ്മൾ ചിന്തിച്ചത് വഴിയരികിൽ വീണത് പറവ കൊണ്ടുപോയി, അത് മുളയ്ക്കുന്ന പോലുമില്ല. വചനം ഈ സൈഡിൽ കൂടെ കേട്ട് അപ്പുറത്തൂടെ അങ്ങ് ഇറങ്ങിപ്പോകുന്നു, ഒന്നുമില്ല. രണ്ടാമത് വചനം സ്വീകരിക്കുന്നു, എന്നാൽ ഫലമുള്ളതാകുന്നില്ല. എന്താണ്? കിളിർക്കുന്നു, എന്നാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നു. 3ാമത്തെ കേസിൽ കാണുന്നത് എന്താണ്? സാത്താൻ മോഷ്ടിക്കുകയും കൊല്ലുകയും ചെയ്യുകയാണ്. കാരണം എന്താണ്? അതിൻ്റെ ന്യൂട്രിയൻസ് മറ്റുള്ള ചിന്തകൾ കൊണ്ടുവന്നിട്ട് അത് വലിച്ചെടുത്തിട്ട് അത് ഞെരുക്കിക്കളയുന്നതായിട്ട് കാണുന്നു. കളകൾ വന്ന് ഞെരുക്കിക്കളയുന്നത് പോലെ. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? വി ഷുഡ് ഡിനൈ അവേഴ്സെൽസ്, നമ്മളെ തന്നെ ത്യജിച്ച്, ആൻഡ് ടേക്ക് അപ്പ് ദ ക്രോസ് ഡെയിലി, നമ്മുടെ കുരിശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക. ഫോളോ ലോഡ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡിനൈ അവേഴ്സെൽസ്, ടേക്ക് അപ്പ് അവർ ക്രോസ് ഡെയിലി ആൻഡ് ഫോളോ ലോഡ്. പൗലോസ് തെസ്സലോനിക്ക സഭയിൽ എഴുതുമ്പോഴും പൗലോസിന് ഇത് അറിയാമായിരുന്നു. 1 തെസ്സലോനിക്കർ 3:5 പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷയിൽ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു.
പൗലോസ് തന്നെ അറിയാമായിരുന്നു സാത്താൻ വിശ്വാസികളുടെ വിശ്വാസത്തെ കെടുത്തിക്കളയുമെന്ന്. തെറ്റായിട്ടുള്ള ഉപദേശങ്ങളെ പഠിപ്പിക്കുകയും ആളുകളെ തെറ്റിച്ചുകൊണ്ട് പോവുക, ദുരുദ്ദേശം കൊണ്ടുവരികയും ചെയ്യും എന്നുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് ഞാൻ നിങ്ങളെ ആളയച്ചു, ആ പരീക്ഷ നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടുപോയോ എന്നുള്ളത്. ഗലാത്യർക്ക് എഴുതിയ 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഗലാത്യ സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോഴും ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അതിൽ പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഗലാത്യരുടെ ഇടയിലെ കൃപയുടെ സുവിശേഷത്തിനൊക്കെ ഉപരിയായിട്ട് ജുദായിസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് സാത്താൻ പരിശ്രമിക്കുന്നു. ഇന്ന് ലീഗലിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതികൾ, ട്രഡീഷൻസ്, അതുപോലെ വർക്ക് ബേസ്ഡ് റൈച്ചസ്നെസ്, പ്രവൃത്തിയിൽ കൂടിയുള്ള നീതീകരണം, ബിഹേവിയറൽ കൺട്രോൾ, ചില ഡിസിപ്ലിൻസ്, ബിഹേവിയർ, ഇതൊക്കെ പറയുന്നതായിട്ടുള്ള ആ ഒരു സ്റ്റൈല് ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. കൃപയുടെ സുവിശേഷത്തിന് ഉപരിയായിട്ട് അത് യഥാർത്ഥത്തിലുള്ള ദൈവവചനത്തെ സാത്താൻ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. അതുപോലെ കാണുന്ന വേറൊരു കാര്യമാണ് സോഷ്യൽ ഗോസ്പൽ എന്ന് പറയുന്നത്. ഫോക്കസിങ് ഫ്രം പ്രീച്ചിങ് ഗോസ്പൽ, ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിന് പകരം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ് സുവിശേഷം എന്ന് പറഞ്ഞ് ഇന്ന് ചെയ്യുകയും, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആക്ഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ്, മേക്കിംഗ് ദ ചർച്ച് ഡു ബെറ്റർ സൊസൈറ്റി, നല്ലൊരു സൊസൈറ്റിക്ക് വേണ്ടി ചർച്ച് ഫോം ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ രൂപീകരണം, കർത്താവിനെ പ്രസംഗിക്കുകയല്ല, സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവരെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ആളുകളുടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ലിബറേഷൻ തിയോളജി ഇന്നും കാണുന്നുണ്ട്. ദാറ്റ്സ് എ സോഷ്യൽ ഗോസ്പൽ. അതുപോലെ തന്നെ തെറാപ്റ്റിക് ഗോസ്പൽ എന്ന് പറഞ്ഞ വേറൊരു ഗോസ്പലുണ്ട്, ചികിത്സാപരമായിട്ടുള്ള സുവിശേഷം. ചികിത്സാപരമായിട്ടുള്ള സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? ഹെൽപ്പിംഗ് പീപ്പിൾ ടു ഹാവ് എ ബെറ്റർ ലിവിങ്. യോഗ പോലൊക്കെയുള്ള ഗോസ്പൽ പ്രീച്ചിങ് ഒന്നുമല്ല. ലൈഫ് ഈസ് ഫോർ സക്സസ്, ലൈഫ് ഈസ് ഫോർ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടുക. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് നമ്മുടെ സക്സസ് ആണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ലൈഫ് കോച്ചായിട്ട്, ഇറ്റ് ഈസ് നോട്ട് എ ഗോസ്പൽ ഓഫ് റിപ്പൻറ്റൻസ് ബട്ട് ദ ഗോസ്പൽ ഫോർ അവർ ലൈഫ് ടു ബിക്കം എ കോച്ച്. ഈ ലോകത്തിലുള്ള ജീവിതത്തിൻ്റെ കോച്ചായിട്ട് അനുതാപവുമില്ല, ക്രൂശുവുമില്ല, ദൈവവചനവുമില്ല. അതിന് പകരം അതിനുള്ള തെറാപ്റ്റിക് ഗോസ്പൽ എന്ന് പറഞ്ഞൊരു ഗോസ്പൽ ഇറങ്ങിയിട്ടുണ്ട്. സോഷ്യൽ ഗോസ്പലുണ്ട്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, പൊളിറ്റിക്സ്, എവറിത്തിങ് ഇൻ ടു ദ ചർച്ച്. രണ്ടാമത് തെറാപ്റ്റിക് ഗോസ്പൽ എന്ന് പറയുന്നത് ലൈഫ് എന്ന് പറഞ്ഞ വിക്ടോറിയസ് ലിവിങ് ആണ്. അത് നമുക്ക് നമ്മുടെ ലൈഫ് ഗോളാണ്, അത് അച്ചീവ് ചെയ്യുകയാണ്. എന്നാൽ അവിടെ അനുതാപവും ക്രൂശുമരണവും ദൈവവചനമൊന്നുമില്ല. മൂന്നാമത്തെ വേറൊരു ഗോസ്പലാണ് ഇന്ന് കാണുന്ന പ്രോസ്പെരിറ്റി ഗോസ്പൽ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ടില്ല. നിങ്ങൾ ദൈവത്തെ വിളിച്ചോ, പണമെല്ലാം നിങ്ങളുടെ കൂടെ ഇനി വരും എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഗോസ്പൽ. ഇവിടെ എല്ലാം എന്താ കാണുന്നതെന്ന് ചോദിച്ചാലേ, സ്റ്റീലിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തെ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോവുകയാണ്. യേശുക്രിസ്തു ലോകത്തിൽ വന്ന പർപ്പസ് മനുഷ്യനെ വീണ്ടെടുക്കുവാനായി, ദൈവത്തിലേക്ക് നടത്തുവാനായിട്ടാണ് ലോകത്തിലേക്ക് വന്നത്. എന്നാൽ അതിനുപരിയായിട്ട് യേശുവിൻ്റെ ക്രൂശുമരണവും പാപത്തെക്കുറിച്ചുള്ള അനുതാപവും രക്ഷയും നിത്യജീവനും ഒക്കെ പറയുന്നതിന് പകരം ഈ ലോകത്തിൽ നിങ്ങൾ സുഖമായിട്ടങ്ങ് ജീവിക്കണം, ഈ ലോകത്തിനപ്പുറമായിട്ടില്ല എന്നുള്ള ചിന്തകൾ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അതർ തിങ്സ്, ഈ ലോകത്തിൻ്റെ ചിന്തകൾ, ധനത്തിൻ്റെ വഞ്ചന, മറ്റ് വിഷയമോഹങ്ങൾ, ഇതിനകത്തെല്ലാം വന്നിട്ട് കുടുങ്ങിക്കൊണ്ട് ഇന്ന് ശരിക്കും ദൈവവചനം സ്റ്റീൽ ചെയ്യപ്പെടുന്ന ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത്. ഞാനീ പറഞ്ഞൊക്കെ വസ്തുതയല്ലേ, ശരിയായിട്ടുള്ള വസ്തുതയല്ലേ? ഇവിടെ എല്ലാം പിശാചിന് വലിയ റോളുണ്ട്. ആ സീരിയസ്നെസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് എടുത്തുകൊണ്ട് പറയാം. ഇത് തന്നെ കൂടുതലും നമുക്ക് പറയാനായിട്ടുള്ളത്. അവയെയും വഞ്ചിച്ചത് തൊട്ട് ഇത് തന്നെയാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇതിനെക്കുറിച്ച് ഞാൻ തീർന്നിട്ടില്ല, തുടർന്ന് നമുക്ക് ചിന്തിക്കേണ്ട സമയം നമ്മൾ സാധിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. തുടർന്ന് നമ്മൾ വേറൊരു ആംഗിളിൽ ഇത് ചിന്തിക്കും. നിങ്ങളിത് കൂടെ എന്നോടൊപ്പം കാണുകയും ഇത് അനുഗ്രഹിക്കപ്പെടുകയും വേണം. തീർച്ചയായും നിങ്ങളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് ചിന്തയെ നീ അനുഗ്രഹിച്ച ഓർത്ത സ്തോത്രം. കർത്താവേ, പിശാച് ദൈവവചനം സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകുമ്പോഴേ അതിൽ തന്നെ നിലനിൽപ്പാനായിട്ട് സഹായിക്കണമേ.
ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുപാട് ബിസിയാക്കി കളയാറുണ്ട്. അതുകൊണ്ട് ദൈവവചനം ധ്യാനിക്കുന്നതിന് ഞങ്ങൾ സമയം കണ്ടെത്താതെ പോയത് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡെയിലി ക്വയറ്റ് ടൈം ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നത്, ഞങ്ങളുടെ ജീവിതങ്ങളിലെ അനുതാപ ജീവിതം, ഇതൊക്കെ കർത്താവെ ഈ ദിവസങ്ങളിൽ കുറഞ്ഞു വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, മുള്ളിൻ്റെ ഇടയിൽ വീണ വിത്ത് പോലെ പലപ്പോഴും ഇഹലോകത്തിൻ്റെ ചിന്തകളെ, ധനത്തിൻ്റെ വഞ്ചന, മറ്റ് വിഷയമോഹങ്ങളിൽ ഞങ്ങൾ അകപ്പെട്ടു പോകുന്നില്ല കർത്താവെ. അതെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് വിനയപ്പെട്ടുകൊണ്ട് ഇതൊക്കെ പിശാച് കൊണ്ടുവരുന്നതാണ്, ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ അനേകം കാര്യങ്ങൾ വ്യാപൃതരാകുന്നത് ഡിസിപ്ലിൻഡ് ആവാനായിട്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതുപോലെ സഭകളിൽ പോലും ഇന്ന് പഠിപ്പിക്കലുകളെല്ലാം ട്വിസ്റ്റ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ കർത്താവെ. ദൈവമേ, അതൊക്കെ കർത്താവെ ഈ ദിവസങ്ങളിലെ കർത്താവെ അതിനുള്ള വലിയ വെളിപ്പാടുകളെ നീ അയക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് നീ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കർത്താവെ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ കർത്താവെ പല മാനസിക പിരിമുറുക്കങ്ങൾ കൂടി കടന്നു പോകുന്ന ചിലർ ഇത് കാണുന്നല്ലോ. ദൈവമേ, അവരെ അതിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറക്കമില്ലാത്തതിന് മരുന്ന് കഴിക്കുന്ന ചില ആളുകളെ ഇന്ന് രാത്രികാലം ദൈവം വിടുവിക്കുന്നു. വിശ്വാസത്തോടെ നിങ്ങളെ പ്രാർത്ഥിക്കുമോ, നിങ്ങൾക്ക് സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കും. പേടി പോലെ ഇത് തോന്നുകയും മുമ്പോട്ട് ആളെ ഫേസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയും അകത്തേക്ക് വലിഞ്ഞിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ, മരുന്ന് കഴിക്കുന്നവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതുപോലെ ക്ഷീണാവസ്ഥയിലിരിക്കുന്ന ചിലരുണ്ടല്ലോ കർത്താവെ, എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതെ പ്രയാസങ്ങളിലിരിക്കുന്നു. ആരോഗ്യപരമായിട്ട് കർത്താവെ ഡിസ്കിൻ്റെ പ്രയാസങ്ങളാണോ എന്നറിയത്തില്ല. എന്നാൽ നീ പ്രവർത്തിക്കണമേ കർത്താവെ. നല്ല രീതിയിൽ തന്നെ നടന്ന് ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് ദൈവകൃപ ഇന്ന് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കുന്ന ഓർത്ത് സ്തോത്രം. തുടർന്നും നീ ഞങ്ങളോട് സംസാരിക്കുക, ഇടപെടുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. തുടർന്ന് നിങ്ങളിത് വാച്ച് ചെയ്യണം. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു ടോപ്പിക്കാണ്. സാത്താൻ നമ്മളെ ഏത് രീതിയിൽ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ള ചിന്തയാണ്. ഇത് തുടർന്നും വാച്ച് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനകത്ത് വാട്സാപ്പ് നമ്പർ അതിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് നമ്പർ ചോദിച്ചു. വാട്സാപ്പ് നമ്പർ അതിലുണ്ട്. നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ തന്നെ നിങ്ങൾ പ്രെയർ റിക്വസ്റ്റ് അയച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.